ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മായം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അമ്പൂരിലാണത്. അതെ, നമുക്ക് ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം നമുക്ക് ഈ വഞ്ചി കൊണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതെ, ഇതാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തത്. ഇത്ര പേരാണ്. മുമ്പോട്ട് പോവാം. ആനന്ദേ, ഹായ്. നിങ്ങൾ കാണാൻ പോണതാണ് മായം കടവ്. നീ ഗൈഡാണോ? മായന്റെ കുറിച്ച് എന്തെങ്കിലും നിനക്ക് അറിയാമോ? ഇത് നെയ്യാർ ഡാമിന്റെ ഒരു റിസർവിന്റെ ബാക്ക് സൈഡാണ്. അത്രയല്ല. അല്ല, ഇനി കപ്പലെടുത്ത് അങ്ങോട്ട് വല്ലതും കാണാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കപ്പലാ? കപ്പൽ ടൈറ്റാനിക് ഇല്ല. ഇവിടെ പണ്ട് ഇതുണ്ടായിരുന്നു, പക്ഷെ ഇത്ര വെള്ളം ഉള്ളതുകൊണ്ട് ഇല്ല. വെയിറ്റ് ഫോർ ദം. ഹായ് പറ. പേരെന്ത്? അതെ, ഹരി. അങ്ങോട്ട് പോവാം. എങ്ങോട്ട്? പണ്ട് നമ്മള് അതുവരെ പോയി. നടന്നോ? അല്ല, നീ ആദ്യം വന്നപ്പോ എന്തിനു പറഞ്ഞു വെള്ളമൊന്നും ഇല്ലായിരുന്നു? അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. നീ എങ്ങനെ മുകളിൽ കയറി? ഓ, താര ഇറങ്ങ, ചാട്. ആനന്ദ്, അനീഷ്. ഓക്കെ ഓക്കെ, വാ. നീ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇത് ഇവിടെ കുറെ പേരൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. ഗൈസ്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ വലിയ ആരും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. അതാണ് എല്ലാവരും ഇവിടെ നിന്ന് കുളിക്കണത്. അതെ, അങ്ങോട്ടൊന്നുമില്ലേ? നീ പോയി നോക്ക്. വാടാ, ഒറ്റയ്ക്ക്. ആണോ? അല്ല, അങ്ങോട്ട് ആള് കാണൂല. നമ്മൾ വന്നപ്പോ കണ്ടല്ലേ, മനസ്സിലായോ? ഇങ്ങനെ ഇരിക്കാൻ, വെയിലില്ലാണ്ടിരിക്കാൻ പറ്റിയ ജാക്ക്പോട്ടാണ്. വാ, അങ്ങോട്ട് പോയി നോക്കാം. തന്നെ കുറച്ചങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ആളില്ല. എവിടെ? എവിടാ? ഇതില്ല. ഇല്ല, ഇത് മറ്റേ തേന് എടുത്തതാണ് തോന്നുന്നു. തന്നെ ഇതിന്റെ അത് ഇല്ല, അതില് തേനീച്ച ഇല്ല. ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ വലുതായിട്ട് ഒന്നുമില്ല ഗൈസ്. ഈ ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വഞ്ചി ആളില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകാനും പറ്റില്ല. അങ്ങനെ ഒരു ജസ്റ്റ്. പക്ഷെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ മീനൊക്കെ പിടിക്കാൻ പറ്റും. വെറൈറ്റി കളറൊക്കെ ആയിട്ടുള്ള കുറച്ച് മീനുണ്ട്. ഇല്ലേ, കാണാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ. ഗൈസ്, ഇവിടെ ഒന്നുമില്ല വലുതായിട്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാദിഖ് വ്ലോഗ്സ്. എല്ലാവരും അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വ്ലോഗർ എന്ന് വിചാരിച്ചാണ്. ഗായ്സ്, നമ്മൾ പോകുകയാണ്. നീ എടുക്കണ്ട, ഞാൻ എടുക്കാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കാഞ്ചന
ആ പാലം കണ്ട ആ ദൂരെ വയസ്സ് നമുക്ക് ഇനി അങ്ങോട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാം. എങ്ങനെയാണോ ഉള്ളത് ഇവന്മാരിപ്പോൾ വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്യാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാം. അവിടെ ഒരു വെള്ളച്ചാട്ടം അറിയാമോ? എവിടെ? അത് അങ്ങ് ദൂരെ കുറച്ച് പോകണം. സോ ഗൈസ് നമ്മളിത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ റീൽസിലൊക്കെ കാണുന്ന പാലം ഉണ്ടല്ലോ, അമ്പൂരി പാലം, നല്ല ഫേമസ് ആണ്. അങ്ങോട്ട് ഓൾട്ടോ കാറൊക്കെ മാത്രമേ പോകാൻ പറ്റുമോ? ഓൾട്ടോയും പോകാൻ പറ്റുമെന്ന് ഡൗട്ടാണ് സത്യം പറഞ്ഞാൽ. ഒരു സ്കൂട്ടറൊക്കെ പോകുന്നു. സ്കൂട്ടറല്ല, ഓട്ടോ ഒക്കെ പോകും, അല്ലാതെ വലിയ കാറൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാണിച്ചു തരാം. മല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഇങ്ങോട്ടാണ്. ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ടൊരു വ്ലോഗ് എടുക്കണം തീരുമാനിക്കുന്നുണ്ട്. മീൻസ് അമ്പൂരി ഫുള്ളും ഒരു ദിവസം ഒരു 2 ദിവസം സ്റ്റേ ഒക്കെ ഇവിടെ ചെയ്തിട്ട് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പം അന്ന് നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഇതിപ്പം ഈ ഒരു പാലം ബാക്കിൽ നിന്ന് ഓട്ടോ പറഞ്ഞു. ഓട്ടോയും എനിക്ക് നിൽക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ആനന്ദേ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. ഇതാണ് വിശ്വപ്രസിദ്ധമായ അമ്പൂരി പാലം. ഇവിടെ കൂടെ നമ്മൾ വിചാരിക്കും നമുക്ക് ആ മലേൻ്റെ മണ്ടി പോകാൻ പറ്റുമോ? പറ്റും. പക്ഷേ ഈ വഴിയല്ല, ഇങ്ങോട്ടൊക്കെ മറ്റേ ഇവരുടെ സ്ഥലമുണ്ടോ, ട്രൈബൽസ് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അകത്തോട്ട് കയറി ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണോ? ഇതൊക്കെ മറ്റേ നേരത്തെ നമ്മൾ പോയി ഇത് മറ്റേ നല്ല കണ്ടൽക്കാട് പോലത്തെ കാടാണോ? അതോ കണ്ടൽക്കാട് ഇവിടെ ഉള്ളതല്ല. കണ്ടൽക്കാട് മറ്റേ അല്ലാതെ കായലിലൊക്കെ കാണുന്നത്. ഇതല്ലാത്ത സ്ഥലം നമ്മൾ നേരത്തെ കണ്ടില്ലേ മായ, അതിന്റെ ബാക്കി സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഓ, ഇവിടെ ആഴങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ആഴമുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയ പാലം കണ്ട വിഷയം പാലം പുതിയത്. എടാ ഇങ്ങോട്ട് വേറെ കാറും പലരും ഓൾട്ടോ പോകും. മറ്റേ പഴയ സെന്നില്ലേ, പഴയതേ പോവുള്ളൂ, പുതിയതൊന്നും പോകില്ല. അത് തന്നെ. അപ്പം അവർക്ക് വേണ്ടിട്ട് പുതിയ പാലം അപ്പുറത്ത് എവിടെ വയ്ക്കുന്നുണ്ടോ? കെട്ടി കഴിഞ്ഞാ അതുപോലെ ഇങ്ങനെ മറ്റേ സാധാരണ ആനേറ പാലം പോലെ അതേപോലത്തെ പാലം ആണല്ലേ? നോക്ക്, ഈ വ്യൂ നോക്ക്, ഇതിലെ നോക്ക്, എല്ലാം അടിപൊളിയല്ലേ. അങ്ങോട്ട് പോയി ഇനി എന്തെങ്കിലും കാണാനുണ്ടോ? അങ്ങോട്ട് ആനക്കുളം ഉണ്ട്. നമുക്ക് പോയി നോക്കാം. അവന്മാരൊക്കെ ബാക്കിൽ, നല്ല ബാക്കിൽ ഓട്ടയും വരണുണ്ട്. ഇങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ്. ഈ പാലത്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോറൊക്കെ ചെയ്യാം. നല്ല തണുത്ത കാറ്റുണ്ട് ഗൈസ്. നല്ല കാമായ പ്ലേസ്, വലിയ ബഹളമൊന്നുമില്ല, നല്ല റിലാക്സൊക്കെ പറ്റിയ സ്ഥലം. വൈകിട്ടൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇരിക്കാനൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു, സൗണ്ട് കേൾക്കാം. ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോയെന്ന് പറഞ്ഞൂടാ. ആനന്ദ ഇറങ്ങാൻ പറ്റുമോ? മുകളിൽ കയറി പോണോ? അഡ്വഞ്ചർ തന്നെയല്ല ഇപ്പം. വെള്ളം ചെറിയ ഒരു വാട്ടർഫോൾസ്. ഈ വെള്ളം എവിടെ നിന്ന് പറഞ്ഞത് ആണോ? അന്ന് വന്നപ്പോ എനിക്ക് വഴി അറിഞ്ഞൂടെ. അന്ന് വന്നപ്പോ ഇങ്ങനെയൊന്നും അല്ല, ഇതൊന്നും അല്ല, ഇവിടെ ഫുള്ള് കാടായിരുന്നു. എടാ ഇതിൽ വണ്ടി കയറുമോ? ഇനി സ്കൂട്ടറൊന്നും കയറില്ല അല്ലേ? ശരി, സ്കൂട്ടർ ബൈക്കൊക്കെ കയറുമായിരിക്കും അല്ലേ? പക്ഷേ ടയർ സ്ലിപ്പായാൽ തീർന്നു അല്ലേ?
ഗൈസ് അങ്ങോട്ട് പോകാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്കൊന്ന് പോയി നോക്കാം. കരടിയോ ആനേനെ വല്ലതും കണ്ടാലാ ഓടിക്കില്ലേ? കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ചെറിയൊരു വെള്ളം കാലൊക്കെ നനയ്ക്കാൻ പറ്റിയൊരു ഇവിടെ നിന്നൊക്കെ സ്ലിപ്പായി കഴിഞ്ഞാൽ പോയി ഗൈസ് കേട്ടാ. അതുകൊണ്ടൊന്ന് ഇങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും ഒന്ന് സൂക്ഷിക്കണം. ആനന്ദേ, ആനന്ദിനെ കാണാനില്ല. ആനന്ദേ, അയ്യോ അങ്ങോട്ടുണ്ടാ? വാ പോയി നോക്കാം. പോണ വഴിയിൽ പോ. അമര് പറഞ്ഞു ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. നമ്മളെ എല്ലാരെയും കൊണ്ട് ആനന്ദാണ് പോണ ഗൈസ്. ആനന്ദ് ഇവിടെ മുന്നേ വന്നിട്ടുണ്ട്. അല്ല നോക്കി വായേ. ഇത് കണ്ട ഗൈസ്, ഇന്നും ഞാൻ അതുകൊണ്ട് ഇന്നും ഞാൻ കാല് വെള്ളത്തിൽ മുക്കുന്നത് ഡൗട്ടാണ്. ഇത് ഇച്ചിരി സ്ലിപ്പിയാണ്. ഓക്കെ, സ്ലിപ്പായി ഗൈസ്. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ ഇവിടെ സ്ലിപ്പാവും കേട്ടാ. എനിക്ക് കൈ തരാം. അല്ല ഇവിടെ സ്ലിപ്പാവും കേട്ടാ. ഇത് നോക്കണേ, എനിക്ക് കാല് നനയ്ക്കാൻ തോന്നണ്ടാ. നല്ല തണുപ്പുണ്ടല്ലേ ഗൈസ്. സെറ്റ് നീ ഒന്ന് തൊട്ട് നോക്ക്, വെള്ളം തൊട്ട് നോക്ക്. നല്ല തണുപ്പ് കേട്ടോ, അടിപൊളി. ഇങ്ങോട്ട് പോ. ഇവിടെ സുഖമായിട്ടിരിക്കല്ലേ? നീ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി. ഞാൻ അത് കണ്ടില്ല, ഞാൻ ചാടിയാണ് കയറി. എന്നിട്ട് ഒരു ഫാമിലി ഉണ്ട്, ആ ഫാമിലി പോയിട്ട്. ഓ എടാ ഇങ്ങോട്ട് വരാൻ കേട്ടാ. ആൾക്കാരുണ്ടോ അപ്പുറത്ത്? ആളുണ്ട്. വല്ല പാടില്ല, വലിയ സീനില്ലെന്ന് തോന്നുന്നു. നിങ്ങോട്ട് തിരി. എനിക്കിത് കുഴപ്പമില്ല, ഫുൾ ഫാമിലിയാണ്. അത് പോയിട്ട് കയറാം, കൊച്ചുങ്ങളുണ്ട്, ഇറങ്ങി വരാൻ പാടായി. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. എന്തായാലും ഷൂ ഒക്കെ എടാ അങ്ങോട്ട് കുറേ ആളുണ്ടോ ആനന്ദേ? ചെരുപ്പ് ഇവിടെ ഇട്ടിട്ടോ കാട്ടുണ്ടല്ലോ. എടാ ഷൂ ഇവിടെ ഊരി വെച്ചാലോ? വാ. സൂര്യൻ നോക്ക്. ഇവിടുന്ന് ആ സൂര്യൻ കാണാൻ എന്ത് ഭംഗി. ഷൂ ഊരിട്ട് വരാം. നമ്മുടെ കൂട്ടത്തിലെ ആദ്യത്തെ ഒറിജിനൽ ഷൂ. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാം. നീ ഇങ്ങനെ നല്ല കണ്ടുകൊണ്ടാ ഞാൻ കുളിച്ചത്. ക്യാമറ
ഇങ്ങനെ നമ്മളെ കാട്ടിൻ്റെ ഉള്ളിലോട്ട് വന്നു. ഇവിടെ നല്ല തണുപ്പ് കാണുമല്ലേ? നല്ല വെള്ളം. അത് മറ്റു കല്ലാണ്. നീ മര്യാദക്ക് കയറിപ്പോ. നീ എവിടെ പോണ്? ഞാനുണ്ട് ഫോട്ടോയില്. വരാം ആനന്ദ് കയറി. കാല് നനഞ്ഞപ്പോ ഗ്രിപ്പ് അങ്ങ് പോയി. അതിന്റെ ഗൈസ് ഞാൻ വേറെ വഴി കണ്ടുപിടിച്ചു ഗൈസ്. അതെ എല്ലാവരും അതുവരെ വരുമ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൽ. ഞാൻ ഫ്രണ്ടിൽ വന്ന് മണ്ടന്മാര് എല്ലാവരും. സെൽഫി അല്ലടാ ഇത്, വീഡിയോ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ. സെറ്റ്. കാർത്തിക ഓ ഹരിന്ന് നാണ പറഞ്ഞു. ഹരിന്ന് പറയില്ല, ഹരി ഇൻവേർട്ടർ ആണെന്ന്. എടാ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തോന്നു? അങ്ങോട്ട് പോകാനൊക്കെ പറ്റുമല്ലേ? അല്ല ഞാൻ ചോദിച്ചത് ഇന്നല്ല. അങ്ങനെ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഇത് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ അമ്പൂരി ട്രിപ്പ് സമാപിച്ച് ഇനി യാത്രയാണ്. ഇനി നമ്മൾ തിരിച്ച് വാഹനത്തിലോട്ട് ആലോചിക്കുകയാണ്. കുഴപ്പമില്ല, ഞാൻ മുന്നേ അടിപൊളിയായിരുന്നു. നമ്മുടെ കാർ അവിടെ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ ഓരോ വീഡിയോ കാണിക്കാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വെക്ക്. ഇതേ വരുള്ളൂ. മറ്റേ ഈ പഴയ ഓൾട്ടോ അല്ലേ? സെന്നാണോ ഓൾട്ടോ? ഇന്നും പഴയ ഓൾട്ടോ മാത്രമേ ഉള്ളൂ, വീതി കുറഞ്ഞാണ്. പക്ഷെ സ്കില്ലാണ് ഉമ്മാരെ. സമ്മതിക്കണം, ചെറുതായിട്ട് അങ്ങോട്ടാക്കിയാ പോയി തീർന്നു. നമുക്ക് അങ്ങനെ ഈ ഒരു കാഴ്ചയും കാണാൻ പറ്റി. ഇവിടെ വന്നിട്ട് കാറ് 2 ഏക്കർ 50 സെന്റ്. എന്താ വരണ ഓൾട്ടോടാ. ഇതുപോലും സ്പേസേ ഉള്ളൂ അല്ലേ? ഇതുപോലും സ്പേസേ ഉള്ളൂ. അങ്ങനെ ഓടി ഇത് കയറാം. കയറ്റമാണ് ഗൈസ്, ഓടി കയറാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. വണ്ടീൻ്റെ അവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് വീടെത്താൻ. അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് കൊച്ചിൻ വേണ്ടി പോകണം, വർക്ക് ചെയ്യാൻ. സോ ബൈ ഗൈസ്.